ഹലോ എവ്രിവൺ, നജാസ് ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലിരുന്നു കൊണ്ട് ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എളുപ്പത്തിൽ ഏൺ ചെയ്തെടുക്കാവുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചെറുതായിട്ട് പോലും സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കും 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ജിൽബാബ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ പ്രെയർ ഡ്രസ്സ്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് ആം ഹോളോ നെക്കോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ജിൽബാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ജിൽബാബിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. എനിക്കെപ്പോഴും എൻക്വയറി വരുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ജിൽബാബിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രേപ്പാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയലാണ്. മീറ്ററിന് വെറും 48 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഒരു ജിൽബാബാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടികളുടെയും വലിയവരുടെയും ജിൽബാബിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ ആദ്യമേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമേ അതൊന്ന് കാണുക. കുട്ടികൾക്കാണെങ്കിൽ 3 മീറ്ററും വലിയവർക്കാണെങ്കിൽ 4 മീറ്ററാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 3 മീറ്ററിന് ടോട്ടൽ റേറ്റ് വരിക 150 രൂപയിലും താഴെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ജിൽബാബ് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറയുമ്പോൾ 350 രൂപ മുതൽ 400 രൂപയാണ് കുട്ടികളുടെ റേറ്റ് വരുന്നത് കേട്ടോ. വലിയ ആളുകൾക്കുള്ളതാണെങ്കിൽ 400 മുതൽ 450 രൂപയാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്കുള്ള മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളുടെ ഹൈറ്റ് നോക്കിയിട്ട് അതിലേക്ക് ഒരു 5-10 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ക്ലോത്ത് എടുക്കണം കേട്ടോ. കാരണം ഇത് നമ്മൾ തല മുതൽ കാല് വരെയാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത്, ഷോൾഡർ മുതലല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടോട്ടൽ നോക്കിയിട്ട് അതിലേക്ക് 5-10 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്ലോത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. കാലിലും കവിഞ്ഞ് നിൽക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മളിത് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 55 ഇഞ്ചസ് ആണ് കേട്ടോ. അതിലേക്ക് ഞാനൊരു എക്സ്ട്രാ 10 ഇഞ്ചസ് കൂട്ടിയിട്ടാണ് ഈ ഒരു മെഷർമെൻറ്റ്സ് എടുത്തിട്ടുള്ളത്. ഇനി മക്കനയുടെ മെഷർമെൻറ്റ്സ് എത്ര കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം. ആ ഒരു ഹെഡിൻ്റെ കോർണർ മുതൽ ഒരു ചെസ്റ്റ് വരെ 15 ഇഞ്ചസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് മക്കനയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കട്ട് ചെയ്തെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഫേസിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, അത് എത്ര വരുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 9 ഇഞ്ചസാണ്. അപ്പം നമ്മളത് എത്രയാണെന്ന് കറക്റ്റ് ചെയ്തിട്ടൊന്ന്, കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ 9 ഇഞ്ചസ് മതിയാവും. ഇനി നമുക്ക് മക്കനയുടെ താഴെ ഒരു ജോയിനിങ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആകെ ഒരു ജോയിൻറ്റ് വരുന്ന ഒരു ഭാഗം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് താഴേക്ക് എനിക്ക് 45 ഇഞ്ചസാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ 45ഉം മക്കനയുടെ 15ഉം കൂടി കൂട്ടിയാൽ 60 ഇഞ്ചസാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും എനിക്ക് ആ ഒരു ലെങ്ത്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. സ്ലീവ്സ് എന്ന് പറയുന്നത് ആം ഹോൾ ഒന്നും സ്റ്റിച്ച് ചെയ്യാതെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു മക്കനയുടെ ഒരു എൻഡ് വരുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ഭാഗം, എൻഡ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഈ ഒരു സ്ലീവ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡ് ഇലാസ്റ്റിക്കോട് കൂടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ നിന്നോളും. ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് ചെയ്യുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും, നമ്മുടെ സ്ലീവ്സ് പൊങ്ങി പോവുകയും ചെയ്യില്ല. ഇനി ജിൽബാബിൻ്റെ വിടുത്ത് എത്രയാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അതായത് വീതി, ഈ ഒരു ക്ലോത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 42 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നില്ല, കുട്ടികൾക്കുള്ളതല്ല. അപ്പോൾ അത്ര ലൂസായിട്ട് വരുമ്പോൾ ഒരു ബോറായിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള വീതി എന്ന് പറയുന്നത് 32 ഇഞ്ചസാണ്. അപ്പോൾ 10 ഇഞ്ച് ഞാൻ അതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ക്ലോത്തിനെ മുഴുവനായിട്ടും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതറിയാനായിട്ട് ജിൽബാബിൻ്റെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്ലീവ്സിൻ്റെ ഈ ഒരു കോർണറിൽ ഞാൻ ഇലാസ്റ്റിക് ആണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചസാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 12 ഇഞ്ചസാണ്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ എന്തായാലും എടുക്കുക. അതേപോലെ തന്നെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 8 ഇഞ്ചസാണ്. അപ്പോൾ നമ്മളൊരു സൈഡിലൊരു 10 ഇഞ്ച് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ക്ലോത്തിൻ്റെ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഈ ഒരു സ്ലീവ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ജിൽബാബിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് കട്ടിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അധികം സമയമൊന്നും ഇതിന് വേണ്ട കേട്ടോ.
കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിലും നമുക്കിത് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ കോസ്റ്റ്ലി ആയിട്ടൊന്നുമില്ല, എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഒരു ഇലാസ്റ്റിക് മാത്രമാണ്. പിന്നെ എന്തിനും വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ്. അത് നമ്മൾ തന്നെ കണ്ടെത്തണം. നമുക്ക് എന്തിലാണ് കൂടുതൽ കഴിവുള്ളത് അതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ അത് മേക്ക് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒരു പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തിക്കൊണ്ടുവരണം. സ്റ്റിച്ചിങ്ങും ആരി വർക്ക് പഠിച്ചിട്ടും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിട്ടും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി വരാൻ ധൈര്യപ്പെടാത്ത എത്രയോ പേരെ എനിക്കറിയാം. അപ്പോൾ ആ ഒരു ധൈര്യം നമ്മൾ തന്നെ സ്വയം കണ്ടെത്തണം, അല്ലാതെ ആരും നമുക്കത് കൊണ്ടുവന്ന് തരില്ല. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.